എത്തിച്ചു കഴിഞ്ഞു. നമ്മോട് ക്ഷമിക്കണം മിത്രമേ. നാം നിന്നെ രക്ഷിക്കാനാണ് ആഗ്രഹിച്ചത്. ധീരതയിൽ നാമും ആരെക്കാളും പിന്നിലല്ല അധികാരി. അരുത് ദേവദത്തൻ, ഒരിക്കലും പാടില്ല. അധികാരിയാകുന്നതിനായി നിന്റെ മനഃശക്തി വർദ്ധിപ്പിച്ചേ മതിയാകും. ജീവിതത്തിലെ കഠിനമായ പ്രതിസന്ധികളെയെല്ലാം നേരിടാൻ നീ പഠിച്ചേ മതിയാകും. വൈദ്യ സമൂഹത്തിന്റെ അടുത്ത അധികാരിയാകാൻ പോകുന്നവനാണ് നീ. ഇതെല്ലാം നീ എപ്പോഴും ഓർക്കേണ്ടതാണ്. എഴുന്നേൽക്ക്. അധികാരി 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 ഒരു സാധാരണ മൃഗത്തെപ്പോലും വധിക്കാൻ കഴിയാതെ ഇവന്റെ കൈകൾ വിറയ്ക്കുകയാണെങ്കിൽ, അതുപോലെ നേത്രങ്ങളിൽ അശ്രു നിറയുകയാണെങ്കിൽ അവൻ എങ്ങനെയാണ് അധികാരിയാവുന്നത്? നാം രഘുരാജൻ, അധികാരിയാകുവാൻ ഏറ്റവും യോഗ്യനാണ് നാം. ശാന്തനാകൂ രഘുരാജ്, ശാന്തനാകൂ. അധികാരി ആരാകണമെന്നും അതുപോലെ ആരാകേണ്ട എന്നും നീയല്ല, വരാനിരിക്കുന്ന കാലം തീരുമാനിക്കും. അതെ, ശരിയല്ലേ? ശരിയല്ലേ? ശരിയാണ്. ശരി ചങ്ങാതി, കേട്ടില്ലേ? നമുക്ക് നന്നായി ദാഹിക്കുന്നുണ്ട്. ജലപാനം ചെയ്യാനുള്ള സമയമായി. നാം നദിയിൽ നിന്നും ജലം ശേഖരിച്ചുകൊണ്ടുവരാം. പോകൂ ദേവദത്ത, നമുക്ക് വേണ്ടി അല്പം ജലം കൊണ്ടുവരൂ. അതുവരെ നാം അല്പം വിശ്രമിക്കുന്നതാണ്. എന്ത് പറ്റി രാജകുമാരി? ആരാണ് ഇവിടെ? ആരാണുള്ളത്? പുറത്തു വരൂ. പുറത്തു വരാൻ പറഞ്ഞില്ലേ? അല്ലെങ്കിൽ നാം ഇവിടേക്ക് കാവൽക്കാരെ വിളിപ്പിക്കും. കാവൽക്കാരെ, കാവൽക്കാരെ! ഇത് നാമാണ്. നാം എന്താ അവിടത്തേക്ക് നമ്മെ മനസ്സിലായില്ലേ? ഇതെന്താ? ഈ പക്ഷി മനുഷ്യരെ പോലെ സംസാരിക്കുന്നല്ലോ. അല്ല, നീ അതേ പക്ഷി തന്നെയാണല്ലോ. ആ ദിവസം മുറിവ് പറ്റി താഴെ വീണ പക്ഷി. നിനക്ക് സംസാരിക്കാൻ സാധിക്കുമോ? അതെ രാജകുമാരി, അവിടുത്തെ സ്പർശനം കൊണ്ട് മാത്രമാണ് നമുക്ക് നമ്മുടെ ജീവൻ തിരിച്ചു കിട്ടിയത്. അതുകൊണ്ട് നാം ഇന്ന് രാവിലെ അവിടത്തേക്ക് നന്ദി പറയാൻ എത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്പർശനം കൊണ്ടോ നിനക്ക് ജീവൻ ലഭിച്ചു എന്നോ? അതെ, ആ ദിവസം അവിടുന്ന് സ്പർശിച്ചതോടെ നമ്മുടെ മുറിവുകൾ പൂർണ്ണമായി ഭേദമായി. ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് വളരെ നന്നായി പറക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു പക്ഷി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അത് പറയുന്നതോ നമ്മുടെ ഒരു സ്പർശനം കൊണ്ട് അതിന് പുതുജീവൻ ലഭിച്ചു അത്രേ. യഥാർത്ഥത്തിൽ സംഭവ്യമാണോ ഇത്? നമ്മുടെ സ്പർശനം കൊണ്ട് ഒരാളുടെ ജീവൻ എങ്ങനെ രക്ഷപ്പെടും? അഥവാ ഇത് സത്യമാണെങ്കിൽ നാം എപ്പോഴേ വൈദ്യരാജനെ പറഞ്ഞയച്ച് പിതാശ്രീയുടെ മുറിവുകൾ ഭേദമാക്കിയേനെ. അവിടത്തേക്ക് വിശ്വാസം വരുന്നില്ലേ? അത് സാരമില്ല. അഥവാ നമ്മുടെ വാക്കുകളിൽ വിശ്വാസമില്ലെങ്കിൽ ഭാവിയിൽ അവിടത്തേക്ക് വിശ്വാസം വരുന്നതാണ്. അവിടെ ഇപ്പോൾ ഇത് സൂക്ഷിച്ചു വെച്ചോളൂ. നാം ഇതുകൊണ്ട് എന്തു ചെയ്യും? എങ്കിൽ നാം ഇപ്പോൾ പോകുന്നു. പിന്നീട് എപ്പോഴെങ്കിലും കണ്ടുമുട്ടാം. നമ്മുടെ ഈ രഹസ്യം ആരോടും പറയാൻ പാടില്ല. സമ്മതമല്ലേ? രാജകുമാരി, വരൂ.
ഈ ഭോജനം സ്വീകരിച്ചാലും രാജകുമാരി അപ്പോഴേക്ക് സ്നാനത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതാണ്. അതെ രാജകുമാരി, അവിടുത്തെ സ്പർശനം കൊണ്ട് മാത്രമാണ് നമുക്ക് നമ്മുടെ ജീവൻ തിരിച്ചു കിട്ടിയത്. അതുകൊണ്ടാണ് നാം ഇന്ന് രാവിലെ അവിടത്തേക്ക് നന്ദി പറയാൻ എത്തിയത്. നമ്മുടെ സ്പർശനം കൊണ്ട് പ്രാണൻ രക്ഷപ്പെടുമെന്നോ, സ്പർശനം കൊണ്ട് പീഡകൾ കുറയുമെന്നോ